മലയാളം ബിഗ് ബോസ് സീസൺ 7ലേക്ക് നെവിൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. നെവിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാവരും നിൽക്കുന്നത്. പുറത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ഒരു ക്ലൂ എങ്കിലും കിട്ടിയോ എന്ന് അറിഞ്ഞ് നമ്മുടെ അപ്പാനിയും അതേപോലെ തന്നെ അക്ബറും നമ്മുടെ ബിന്നിയുണ്ട്, റന ഫാത്തിമയുണ്ട്, ഇവരെല്ലാവരും കൂടി ഇരിക്കുക. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ ജിസേലിൻ്റെ അമ്മേൻ്റെ സഹോദരി മരിച്ച ആ ഒരു ദുഃഖവാർത്ത ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട്. ജിസേൽ അവിടെ കരയുകയാണ്. ജിസേൽ ഇവരുടെ അടുത്തോട്ട് വന്നിട്ടില്ല. എന്താവശ്യമുണ്ടെങ്കിലും അമ്മയായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്യുകയാണ്, എനിക്ക് അമ്മയായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നെവിനോട് അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്നെ ശരിക്കും ട്രിഗർ ചെയ്ത് ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചത് ആദിലെ നൂറയാണ്, അവർക്കിട്ട് നല്ലോണം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നെവിന് എതിർ ടീമുമായിട്ട് നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശരത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ നെവിൻ പറയുന്നുണ്ട്, ഞാൻ ഇനിയൊരു പുതിയ കണ്ടസ്റ്റൻ്റായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇനി ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കളിക്കാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങളാണ് എന്നെ ഇവിടെ തിരിച്ചു കയറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്ന്. നിനക്ക് പിന്തുണയുണ്ട്, അത് ശരി തന്നെയാണ്, നിന്നെ ജനങ്ങളാണ് കയറ്റിയിരിക്കുന്നത്. പക്ഷെ അവരാണ് എല്ലാത്തിനും കാരണക്കാരി. അനുമോളൊക്കെ പറയുന്നുണ്ട്, ഇന്നലത്തെ പ്രശ്നത്തിന് തന്നെ കണ്ടില്ല അനുമോൾ എന്തൊക്കെ നിന്നെ കാണിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം നെവിൻ ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട്, അനുമോളുമായിട്ടുള്ള ഇന്നലത്തത് അത് അവിടെ കഴിഞ്ഞു, അതൊരു ടാസ്ക്കാണ്. ഞാൻ അതിനൊരു ടാസ്ക്കായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതിലെനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല. ആദിലെ നൂറെ എന്നെ അങ്ങനെ പറഞ്ഞതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. അവരുടെ ഗെയിം കളിച്ചു. ഞാൻ എന്താണെങ്കിലും പോകാൻ വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നു, ഞാൻ പോവുക തന്നെ ചെയ്യുമായിരുന്നു. എന്നാലും അവർ നിന്നെ അങ്ങനെ ചെയ്തപ്പോഴല്ലേ എന്നൊക്കെ അക്ബർ പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അക്ബറിന് നല്ല ചുട്ട മറുപടിയാണ് നെവിൻ കൊടുത്തത്. എൻ്റെ ടാർഗറ്റ് അനുമോളല്ല, എൻ്റെ ടാർഗറ്റ് അനുമോളേ അല്ല, എനിക്ക് ആദിലെ നൂറേ ഇനി എൻ്റെ ടാർഗറ്റ് അല്ല, അവരൊന്നുമല്ല എൻ്റെ ടാർഗറ്റ്. എന്താണെന്ന് ഞാൻ വഴിയേ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കി തരാം. ഇനി എന്നെ ബിഗ് ബോസ് പുറത്ത് വിട്ടാൽ പോലും ഞാൻ പുറത്ത് പോകില്ല. ഇവിടെയുള്ള പലരുടെയും വിചാരം പ്രേക്ഷക പിന്തുണ നല്ലോണം ഉണ്ടെന്നാണ്, അതൊക്കെ വെറുതെയാണെന്നാണ്. അതെല്ലാവർക്കും പോകെ പോകെ മനസ്സിലായിക്കോളും.